പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചകൾ ബീഹാറിൽ നടക്കുന്നു. നിതീഷ് കുമാറിന്റെ വസതിയിലെത്തി മുതിർന്ന നേതാക്കൾ നിതീഷ് കുമാറിനെ കാണുകയാണ്. വിനീത വിജിയിലേക്കാണ് ഇനി പോകുന്നത്. വിനീതയുള്ളത് ഡൽഹിയിലെ BJP ആസ്ഥാനത്താണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. വിനീത, നമ്മൾ സാധാരണയായി സംസ്ഥാനങ്ങളിൽ BJP വലിയ വിജയം കൈവരിച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള പ്രധാനമന്ത്രിയുടെ അഭിസംബോധന കാണാറുണ്ട്. ബീഹാറിൽ BJPക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. ബീഹാറിൽ വലിയ ഒറ്റക്കക്ഷിയായി മാറിയിരിക്കുന്നു. അത് BJPയുടെ ഏറ്റവും വലിയൊരു സ്വപ്നം കൂടിയായിരുന്നു. അപ്പോൾ അതിനുശേഷം പ്രധാനമന്ത്രി എത്തുകയാണ്. അദ്ദേഹം എന്താണ് പറയാൻ പോകുന്നതെന്ന് അറിയാൻ കാത്തിരിക്കുകയാണ് അണികൾ. എപ്പോഴാണ് അദ്ദേഹം എത്തുന്നത്? അനുജ, ഞാനിപ്പോൾ നിൽക്കുന്നത് അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ BJP ആസ്ഥാനത്താണ്. നമുക്ക് കാണാൻ കഴിയുന്ന പോലെ പ്രവർത്തകരും നേതാക്കളും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും അദ്ദേഹത്തിനായി കാത്തിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വേദിയിലേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ JP നദ്ദ അദ്ദേഹം ഇവിടേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനവും ഒക്കെയായി ബന്ധപ്പെട്ട ഏതാണെങ്കിലും അദ്ദേഹം അല്പസമയത്തിനകം ഇവിടേക്ക് എത്തിച്ചേരും. അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇത്തരത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോഴും അതിൽ ഒരു വലിയൊരു വിജയമൊക്കെ നേടിയതിന് പിന്നാലെ പ്രധാനമന്ത്രി ജനങ്ങളുമായി അഭിസംബോധന ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള ജനങ്ങൾക്ക് നന്ദി അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണയും അങ്ങനെ തന്നെയായിരിക്കും ഉണ്ടാവുക. ബീഹാറിൽ വികസനവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ഒരു മേൽക്കോയ്മ ഞങ്ങൾക്കുണ്ടായിരുന്നുവെന്നാണ് BJP നേതാക്കളൊക്കെ തന്നെ അവകാശപ്പെടുന്നത്. തുടക്കം മുതൽ തന്നെ വലിയൊരു മേൽക്കോയ്മയോടുകൂടി അത് ഈ സ്ഥാനാർത്ഥി നിർണയത്തിലാണെങ്കിലും പിന്നീട് ആ പ്രചരണങ്ങളിലേക്ക് കടക്കുമ്പോഴാണെങ്കിലും ഒക്കെ നമുക്ക് അത് തന്നെയാണ് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഒരു കൂട്ടായ്മയോടുകൂടി ആ തെരഞ്ഞെടുപ്പിനെ നേടാൻ NDAക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അതിൽ പ്രധാനമായിട്ടുള്ള രണ്ട് ഫാക്ടറുകൾ, അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം തന്നെ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറുമായിരുന്നു. ഇരുവരും ഏതാണ്ട് വിവിധ റാലികളടക്കം പങ്കെടുക്കുകയും ബീഹാറിലെ സ്ത്രീകൾക്ക് പ്രത്യേക പദ്ധതികൾ, ഒപ്പം തന്നെ കാർഷിക വോട്ടുകൾ, അങ്ങനെ കർഷകരെയും സ്ത്രീകളെയും യുവാക്കളെയും ഒക്കെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അത് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഏതാണ്ട് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ഇത്തവണ ബീഹാറിൽ NDAക്ക് കൈവരിക്കാൻ കഴിഞ്ഞു. അത് നമ്മൾ നേതാക്കളുമൊക്കെയായി സംസാരിക്കുമ്പോഴും അവർ പറയുന്നത് വോട്ട് ചോരി അടക്കമുള്ള ആരോപണങ്ങൾ, രാഹുൽ ഗാന്ധി അടക്കം മുന്നോട്ട് വെച്ച ആരോപണങ്ങളൊക്കെ ബീഹാറിലെ ജനങ്ങൾ പൂർണ്ണമായും തിരസ്കരിച്ചിരിക്കുന്നു. ജനങ്ങൾ ഞങ്ങളുടെ വാഗ്ദാനങ്ങളെ വിശ്വസിക്കുന്നു, അവർ ഞങ്ങൾക്കൊപ്പമാണ് എന്നൊക്കെയാണ് നേതാക്കൾ പറയുന്നത്. ഇപ്പോഴും ഇവിടെ വലിയ തിരക്കുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ നിന്നൊക്കെയുള്ള പ്രവർത്തകരടക്കം ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി ഇവിടെ എത്തിച്ചേരും. രാവിലെ മുതൽ തന്നെ ഏതാണ്ട് ഒരു 8:30 ഒരു ലീഡ് നിര അനുകൂലമായി എന്ന് വന്നതോടുകൂടി തന്നെ പിന്നാലെ വലിയ തിരക്ക് തന്നെയായിരുന്നു നമുക്ക് ഈ പാർട്ടി ഓഫീസിലടക്കം കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. വലിയ ആഘോഷമുണ്ടായിരുന്നു. ഇപ്പോഴും മോദിജി എന്നൊക്കെ മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ചുകൊണ്ട് ആളുകൾ, പ്രവർത്തകർ ഇവിടേക്ക് അദ്ദേഹത്തെ കാത്തിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അനുജ, അല്പസമയത്തിനകം ഡൽഹിയിലെ BJP ആസ്ഥാനത്തേക്ക് പ്രധാനമന്ത്രി എത്തും. ബീഹാറിലെ വലിയ വിജയത്തിന് ശേഷം അദ്ദേഹം അണികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.